വയനാടിന് കൈത്താങ്ങുമായി പ്രഗത്ഭരുടെ രുചിക്കൂട്ടുമായി പാലാ പായസമേള. ഓണത്തോടനുബന്ധിച്ച് മീനച്ചിൽ ഹെറിറ്റേജ് കൾച്ചറൽ സൊസൈറ്റിയുടെ 15ാമത് പായസമേള പാലാ കുരിശുപള്ളി ജംഗ്ഷനിലെ ഓണോത്സവ സ്റ്റാളിൽ മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളെ, മീനച്ചിൽ ഹെറിറ്റേജ് കൾച്ചറൽ സൊസൈറ്റിയുടെ 15ാം വർഷത്തെ ഓണാഘോഷങ്ങളും പായസമേളയും ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLAയും മുനിസിപ്പൽ ചെയർമാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സൊസൈറ്റിയെ സംബന്ധിച്ച് എല്ലാ വർഷവും ആവേശകരമായ ഒരു സമീപനമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. സന്തോഷ് കൊണ്ടകയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 15 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പായസം പദ്ധതി, വിൽപ്പന പദ്ധതി, ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇതിൻ്റെ ലാഭം മുഴുവൻ കൊടുക്കും എന്നവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഹെറിറ്റേജ് സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, സന്തോഷത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഈ പായസമേള ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ആദ്യ വിൽപ്പന മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തേൽ നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കെ മണർകാട് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രമുഖ പായസ നിർമ്മാതാക്കൾ തയ്യാറാക്കുന്ന വിവിധയിനം പായസങ്ങളും എല്ലാ ദിവസവും ഓരോ സ്പെഷ്യൽ പായസവും മേളയിലുണ്ടായിരിക്കും. കൂടാതെ ശർക്കര വരട്ടി, ഉപ്പേരി, അച്ചാറുകൾ, ഇഞ്ചിക്കറി തുടങ്ങിയ ഓണസദ്യകളെ വിഭവങ്ങൾ ഈ സ്റ്റാളിൽ നിന്ന് വാങ്ങാവുന്നതുമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ ആവേശകരമായ പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് പായസം ഉപയോഗിക്കാത്ത ഒരു വീടുകൾ പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ പായസമേള എന്നാ തുടങ്ങുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുകയും ഇവിടെ വന്ന് സഹകരിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് മുൻപോട്ടുള്ള പ്രവർത്തനത്തിന് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. ഞങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓരോരോ പുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് വീൽ ചെയർ നൽകുക, സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുക, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ, വലിയ ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ എന്നിവ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ലാഭവിഹിതം വയനാടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാനാണ് ഞങ്ങളുടെ പദ്ധതി. ഇപ്പോൾ നമ്മൾ ഇന്ന് 3 തരം പായസമാണ് ഉദ്ഘാടന ദിവസമുള്ളത്. ഒരു 7 തരം പായസം നമ്മൾ പല ദിവസങ്ങളിലായിട്ട് ഇവിടെ ഒരുക്കുന്നുണ്ട്. സെപ്റ്റംബർ 5 മുതൽ 15 വരെയുള്ള മേളയിൽ ഇരുന്ന് പായസം കഴിക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ഈ സ്റ്റാൾ പ്രവർത്തിക്കുന്നതാണ്. പഴം പായസം, പിന്നെ ചെറുപയർ, പിന്നെ നമ്മളിപ്പം കൊടുക്കുന്നത് നമ്മൾ 3 സൈസ് കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ മെയിനായിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പഴം പായസമാണ്. പഴം പായസം നമ്മളൊരു വെറൈറ്റി സാധനം തന്നെ. Wow.